ഒരു കളിക്കാരൻ, രണ്ട് രാജ്യങ്ങൾ. ലയണൽ മെസ്സി എന്ന ലോകാത്ഭുതത്തെ ഫുട്ബോൾ പഠിപ്പിച്ചതും വളർത്തിയതും അയാൾക്ക് ചോറ് കൊടുത്തതുമെല്ലാം സ്പെയിനാണ്. പക്ഷെ തന്റെ കളിത്തൊട്ടിലായ സ്പെയിനിനെതിരെ അർജന്റീനയുടെ നീലയും വെള്ളയും ജേഴ്സിയിൽ മെസ്സി പന്തുരുട്ടുമ്പോൾ മൈതാനം കത്തും. ഒരേ സമയം നന്ദിയും കൂറും നെഞ്ചിലേറ്റിയുള്ള ആ മാന്ത്രികന്റെ പോരാട്ടം കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പ് കൂട്ടുമെന്ന തീർച്ചയാണ്. വർഷം 2000. 13 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി വളർച്ചാ ഹോർമോൺ കുറവെന്ന രോഗവുമായി അർജന്റീനയിൽ നിന്ന് സ്പെയിനിലെ ബാഴ്സലോണയിലെത്തുന്നു. സ്വന്തം നാട്ടിലെ ക്ലബ്ബുകൾ പോലും ആ കുരുന്നിന്റെ ചികിത്സാ ചെലവ് വഹിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ സ്പെയിനിലെ FC ബാഴ്സലോണ അയാളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അവർ അവനെ ചികിത്സിച്ചു, പഠിപ്പിച്ചു, ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ അക്കാദമിയിൽ പരിശീലനം നൽകി. 2005 സ്പെയിൻ അവന് തങ്ങളുടെ രാജ്യത്തിന്റെ പൗരത്വവും നൽകി ആദരിച്ചു. ബാഴ്സലോണയുടെ യൂത്ത് ടീമുകളിൽ അത്ഭുതം കാണിച്ചു തുടങ്ങിയ മെസ്സിയെ തേടി സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷന്റെ ക്ഷണമെത്തി. സ്പെയിൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാമോ എന്നതായിരുന്നു ചോദ്യം. തന്റെ ബാഴ്സലോണയിലെ കൂട്ടുകാരനായ സാവിക്കും ഇനിയേസ്റ്റയ്ക്കുമൊപ്പം സ്പെയിനിനായി കളിച്ചിരുന്നെങ്കിൽ അനായാസം 1-ലധികം ലോകകപ്പുകൾ മെസ്സിക്ക് നേടാമായിരുന്നു. പക്ഷേ ആ നിമിഷം മെസ്സി ലോകത്തോട് ഉറക്കെ പറഞ്ഞു, ഇല്ല, ഞാൻ ജനിച്ചത് അർജന്റീനയിലാണ്. എൻ്റെ രക്തവും വിയർപ്പും എൻ്റെ രാജ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അർജന്റീനയ്ക്ക് വേണ്ടി കിരീടങ്ങൾ നേടാൻ കഴിയാതെ വന്നപ്പോൾ സ്വന്തം നാട്ടുകാർ തന്നെ അയാളെ സ്പെയിൻകാരൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. അയാൾ സ്പെയിനിന് വേണ്ടി കളിക്കാൻ പോകുന്നതാണ് ഇതിലും ഭേദമെന്ന് പോലും അവർ പറഞ്ഞു. പക്ഷേ അയാൾ തളർന്നില്ല. തന്നെ തള്ളിപ്പറഞ്ഞ നാട്ടുകാർക്ക് മുന്നിൽ 2021 കോപ്പ അമേരിക്കയും ഒടുവിൽ സാക്ഷാൽ ലോകകപ്പും അയാൾ നേടിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ സ്പെയിനിനെതിരെ അർജന്റീന കളിക്കുമ്പോൾ അത് മെസ്സിക്ക് വെറുമൊരു മത്സരമല്ല, തന്നെ വളർത്തിയ നാടിനോടുള്ള ആദരവും തൻ്റെ ജീവനായ ജന്മനാടിനോടുള്ള അടങ്ങാത്ത സ്നേഹവും തമ്മിലുള്ള വലിയ പോരാട്ടമാണത്. മൈതാനത്തിന് പുറത്ത് സ്പെയിൻ അയാൾക്ക് ജീവനായിരിക്കാം, പക്ഷെ മൈതാനത്ത് അയാൾ അർജന്റീനയുടെ സ്വന്തം കാവൽ മാലാഖയാണ്.